കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എങ്ങനെ നമുക്ക് നമ്മളുടെ മക്കളുടെ ആത്മിക ഭാവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ആത്മിക ഭാവി മാത്രമല്ല, അവരുടെ ഭാവിപരമായ മേഖലകളെ എങ്ങനെ നമുക്ക് കവർ ചെയ്യാം സ്പിരിച്വലി? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനുള്ള നിയോഗം എനിക്ക് തരുന്നു. എല്ലാവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ഏതൊരു കാലഘട്ടത്തെക്കാളും ഈ ഒരു യുഗം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ കടന്നു പോകുന്നു. കാരണം പണ്ട് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയായിരുന്നെങ്കിൽ ഇന്ന് സുഖസൗകര്യങ്ങൾ, ടെക്നോളജി അതതിൻ്റെ പാരമ്യതയിൽ നിൽക്കുകയാണ്. പണ്ട് കാലത്ത് എന്തെല്ലാം മറവ് വെച്ച് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നോ, ഇന്ന് അത്തരത്തിൽ മുതിർന്നവർക്ക് മക്കളിൽ നിന്നൊന്നും ഒളിക്കാൻ കഴിയാത്ത വിധത്തിൽ വിവരസാങ്കേതിക വിദ്യ അതിൻ്റെ പാരമ്യതയിൽ നമ്മുടെ എല്ലാം തലമുറകളുടെ കരങ്ങളിലേക്ക് മുതിർന്നവരെക്കാൾ ഉപരി കുഞ്ഞുങ്ങൾക്ക് ആക്സസ് കിട്ടുന്ന നിലയിൽ അവൈലബിളായി തുറന്നിരിക്കുകയാണ്. വിരൽത്തുമ്പിൽ ലോക ജാലകങ്ങൾ തുറക്കപ്പെടുന്ന ഈ ഒരു ആഗോള സാഹചര്യത്തിൽ എല്ലാ കുടുംബങ്ങളിലും തങ്ങളുടെ തലമുറകളുടെ ഭാവി, ദൈവ ആശ്രയ ബോധത്തിലുള്ള അവരുടെ ജീവിതം, ഇതെല്ലാം മാതാപിതാക്കൾക്കും വലിയൊരു വെല്ലുവിളിയാണ്. ഇതൊക്കെ ഒരു പഴഞ്ചൻ സമ്പ്രദായമല്ലേ? പ്രാർത്ഥന, പള്ളി, ആരാധന, ഇതൊക്കെ സത്യമാണോ? ബൈബിൾ യാഥാർത്ഥ്യമാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അതിനൊരു ഉത്തരം കണ്ടെത്തി പറയുക മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എത്ര കണ്ടവർ തെളിയിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ ജീവിത സാഹചര്യം, ഞങ്ങൾക്ക് അത് അത്ര എക്സ്പീരിയൻസുകൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ അതിനെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യാറുണ്ട്. അതുമാത്രവുമല്ല, ഇത് ഞങ്ങളുടെ ലോകമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ള നിലയിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഏത് തന്നിഷ്ടങ്ങളും നടപടിയിലേക്ക് വരുത്തുന്ന ഒരു നിലയും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ ആശയക്കുഴപ്പങ്ങളും ആങ്സൈറ്റികളും അശ്ലീലമായിരിക്കുന്ന വെബ്സൈറ്റുകളിൽ അമിതമായിരിക്കുന്ന കടന്നുവരവുകളുമെല്ലാം തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു ദൈവാശ്രയ ബോധത്തിൽ നിന്നും വെട്ടിമാറ്റി അവരുടേതായ ഇടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിക്കത്തക്ക വിധമുള്ളൊരു സാഹചര്യം തുറന്നു കൊടുക്കുന്നതിനാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അലമുറയിടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ കൊണ്ട് ഇന്നത്തെ ആത്മലോകം നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമെന്നോണം ഹോശേയ പ്രവാചകൻ 4-ാം അധ്യായം 6-ാം വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പലപ്പോഴും എത്ര കണ്ട് നമ്മളുടെ അറിവിൻ്റെ തലങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യപ്രാപ്തിയോടും നോളജിനോടും കിടപിടിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്വതവേ അവരോട് പോരാടി തോറ്റുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ മേലുള്ളതായ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അവർക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരി സന്തോഷിക്കാൻ വകയുള്ളപ്പോൾ തന്നെ അമിതമായ ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങൾക്ക് പരിഹാരമായിട്ട് അവർ പലപ്പോഴും ആശ്രയിക്കുന്നത് തങ്ങളുടെ തന്നെ കൂട്ടുകാരെയും ലഹരി കിട്ടുന്നതായ ഇടങ്ങളെയുമെല്ലാമാണ്. അപ്പോൾ ഈ ഒരു സൗഹൃദങ്ങൾ പലപ്പോഴും വ്യക്തിത്വത്തെ നശിപ്പിച്ച് പുതിയ ഒരു ആശയ തലത്തിൽ മരവിപ്പുകൾ ബാധിച്ച ഒരു വളഞ്ഞൊടുങ്ങിപ്പോകുന്ന ഒരു പുതിയ സിസ്റ്റമാണ് എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ മുതുകത്ത് നുകം വെച്ച് കെട്ടിയതുപോലുള്ള സാഹചര്യമാണ് തലമുറകളുടെ മേൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലമുറകളെ നിവരയാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രാർത്ഥനയും ദൈവശക്തിയും വെളിപ്പെടുന്ന ആത്മാന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള തലമുറകളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഒരു നോർമൽ പ്രയർ കൊണ്ടൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്കകത്തൊന്നും ഒരു വിടുതലും ചലനവും ഉണ്ടാകില്ല. പിള്ളേർ അതുപോലെ മാറണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വളരെ ഏഞ്ചലിക് റലങ്ങൾ നമ്മുടെ വീടിനകത്ത് പ്രാർത്ഥിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുങ്ങി വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ടോ നമ്മളുടെ തന്ത്രങ്ങൾ കൊണ്ടൊന്നും ഒരു പിള്ളേരെയും ഇന്ന് കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റുകയില്ല. അവരെ പിടിച്ചെടുക്കണമെങ്കിൽ അത്രത്തോളം ഹെവി ആയിട്ടുള്ള സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് നമുക്ക് അവരുടെ മേൽ ചെലുത്താൻ സാധിക്കണം. ശക്തമായിരിക്കുന്ന ആത്മീക പ്രഭാവലയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഫ്രീക്വൻസിക്കകത്ത് മാത്രമേ അവരെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെയും ഇൻസ്റ്റാഗ്രാം പോലെയുള്ളതായ പ്രത്യേകമായിരിക്കുന്ന നവമാധ്യമങ്ങളുടെയും എല്ലാം ഇൻഫ്ലുവൻസുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലയുമ്പോൾ ഇവരുടെ ഭാവിയെ തിരിച്ചു പിടിക്കാൻ ഉള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകളുടെ മേൽ നീതിമാൻ്റെ അവകാശമാണ് ഓരോ കുഞ്ഞും. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവുമാണ്. അതുകൊണ്ട് തന്നെ നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്നുള്ള 125-ാം സങ്കീർത്തനത്തിലെ വചനം പറഞ്ഞുകൊണ്ട് തന്നെ
നമ്മുടെ മക്കളുടെ മേൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം റൂളിംഗ് പവറുകളെയും യേശുവിൻ നാമത്തിൽ നമ്മൾ തകർത്ത് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അവർ ബന്ധിതരായിരിക്കുന്നു, ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നു. രാത്രി എത്ര വൈകിയാലും ഒരു 6 ഇഞ്ച് വലിപ്പമുള്ള ഡിസ്പ്ലേയിലോട്ട് നോക്കി ഉറങ്ങാതെ രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും. നേരം വെളുത്താൽ അവർക്ക് എഴുന്നേക്കാൻ വയ്യ. എന്നാലും തല്ലി എഴുന്നേൽപ്പിച്ച് വിട്ടാൽ അവർ സ്കൂളുകളിലേക്ക് ഒരു മരവിച്ച മനസ്സുമായി പോകും, തിരികെ വരും. വൈകുന്നേരം പിന്നെയും ഇത് തന്നെ. അവർക്ക് വേണ്ടത്ര ആഹാരം കഴിക്കാൻ താല്പര്യമില്ല, കുളിക്കാൻ മൈൻഡില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നേരെയാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നോർമലൈസ്ഡ് ആയിരിക്കുന്ന സ്പിരിച്വാലിറ്റി പോരാ അതിനെ നേരെയാക്കാൻ. കൂടുതൽ ശക്തിക്കായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ ബലപ്പെടുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ഉപാധി ഇല്ല. പിടിച്ചു കെട്ടിക്കൊണ്ട് പോയാലും നമ്മുടെ ചർച്ചകളിലൊക്കെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി എന്നാ ശുശ്രൂഷയാണ് ഉള്ളത്? മുതിർന്നവർക്ക് വേണ്ടിയുള്ള മിനിസ്ട്രികളല്ലേ നടക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ആൾക്കാരെ കർത്താവിലേക്ക് തിരിക്കാനോ അവർക്ക് പറ്റുന്നതായ ഒരു വർഷിപ്പോ സിസ്റ്റമോ ഒന്നും ഇന്നത്തെ ചർച്ചകളിലൊന്നുമില്ല. ഇതൊക്കെ അപ്ഡേറ്റഡ് ആകേണ്ട സമയങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ യൂത്തിനെ ശക്തമായി ചേർത്ത് പിടിക്കാനും കൗമാരക്കാരെ പ്രത്യേകമായി ശ്രദ്ധിക്കാനും കഴിയുന്ന യാതൊരുവിധ സമ്പ്രദായങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകൾക്ക് സഭകളിൽ മരവിപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ഞങ്ങളുടെ സഭയിൽ ഞങ്ങളൊരു കിഡ്സ് ചർച്ച്, കിഡ്സിനും യൂത്തിനും വേണ്ടി പ്രത്യേകമായൊരു ആരാധനയും സമ്പ്രദായവും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ദൈവകൃപയ്ക്ക് അനുസൃതമായിട്ട് അവരെ ട്രെയിൻ ചെയ്യാനും വളർത്താനും പരിപോഷിപ്പിക്കാനും പറ്റുന്നൊരു സംവിധാനം ഒരുക്കണം. വീട്ടിൽ നിങ്ങളുടെ തലമുറകളെ മാറ്റിയെടുക്കാൻ ഇതേയുള്ള വഴി. അവർ ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഉണരണം. കാരണം ഓരോ വ്യക്തിയുടെയും ശരീരത്തിലും മനസ്സിലും സാത്താൻ അവൻ്റെ ഏറ്റവും ശക്തമേറിയിരിക്കുന്ന ആ ചാലകങ്ങളെ പവർഫുള്ളാക്കുന്ന സമയം വ്യക്തികൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. യേശു അത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഉറങ്ങുമ്പോൾ ദുഷ്ടൻ വന്ന് കള വിതച്ചിട്ട് പോകുന്നു. അപ്പം രാത്രിയിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഉണർന്നിരിക്കുന്ന നേരങ്ങളിൽ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ആ സഹതടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവരുടെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ഈ തലമുറകൾ ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ ഉണർന്നിരുന്ന് ഇവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശക്തമായ സ്തുതിയോടും ആരാധനയോടും കൂടെ ചില ദിവസങ്ങൾ പ്രത്യേകമായി മാറ്റി വേർതിരിച്ച് നാം ഇരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നാളെ അവർ ഒരു സ്ഥാപനത്തേക്ക്, യൂണിവേഴ്സിറ്റിയിലേക്കോ പുതിയൊരു കോളേജിലേക്കോ അവർ പോവുകയാണ്. ആ പോകുന്നുവെങ്കിൽ അവിടെ ചെന്ന് കയറുമ്പോൾ അവരെ കാത്തിരിക്കുന്ന പുതിയൊരു കൂട്ടുകെട്ടിൻ്റെ ലോകമുണ്ട്. അവരെ കാത്തിരിക്കുന്ന ലഹരിയുടെ ചതിക്കുഴികളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിള്ളേർ ചെന്ന് വീഴുന്നതിന് മുൻപ് തന്നെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മളുടെ തലമുറകൾ ചെന്ന് കയറുന്നതിന് മുമ്പ് ആ സ്ഥാപനങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാത്തരം വഞ്ചനയുടെയും പാപത്തിൻ്റെയും പ്രലോഭനകരമായിരിക്കുന്ന വഴികൾ നമ്മുടെ തലമുറകൾ അതിനകത്ത് ആകൃഷ്ടരായി പോകാതിരിക്കേണ്ടതിന് ഒരു ദൈവകൃപയാലുള്ള പുതിയ കവചം അവരുടെ മേൽ പ്രാർത്ഥിച്ചിടേണ്ടതായിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ മുൻകൂർ പ്രാർത്ഥിച്ച് അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. വന്നു പോയിട്ട് കാര്യം പരിഹരിക്കാൻ നിന്നാൽ പ്രയാസമൊന്നുമല്ല, വളരെ പ്രയാസമാണ്. മുൻകൂട്ടി കാര്യങ്ങൾ പരിഹരിക്കത്തക്ക വിധം ഒന്ന് തയ്യാറായി നിന്നാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരും. ഞാനൊരു 3-4 വചനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വചനങ്ങൾ വെച്ച് ദാവീദ് 5 കല്ലുകൾ എടുത്ത് ഗോലിയാത്തിൻ്റെ തലക്കിട്ട് എയ്തതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഈ വചനങ്ങൾ വെച്ച് ഒരു ശുശ്രൂഷ നിങ്ങളുടെ വീട്ടിലങ്ങ് ചെയ്യുക. നിങ്ങൾക്കൊരു ഭയങ്കരമായിരിക്കുന്ന വിടുതൽ കാണാൻ കഴിയും. ഒന്നാമത്തെ വചനം സങ്കീർത്തനം 91-ന്റെ 10-11 ആ വചനം എങ്ങനെയാണ്? ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തോട് അടുക്കുകയില്ല. ദൈവമക്കളെ, കൂടാരം എന്ന് പറയുന്ന ശരീരമാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ശരീരത്തോട് വേണ്ടാത്തത് അടുക്കത്തില്ല എന്ന് ഒരു തലമുറയുടെ മേലൊരു മാതാവോ പിതാവോ ക്ലെയിം ചെയ്താൽ അത് ശക്തമായിരിക്കുന്നൊരു പ്രൊട്ടക്ഷനായിട്ടാണ് വെളിപ്പെടുന്നത്. ഒരു കുഞ്ഞിലേക്ക് പാഞ്ഞു വരാൻ തുടങ്ങുന്ന ദുഷ്ടൻ്റെ തീയമ്പും തന്ത്രങ്ങളും കൂട്ടുകെട്ടുകളും പ്രലോഭനങ്ങളും തടയപ്പെടുന്നതിന് ഈ ദൈവവചനം ഒരു പരിചയമായി തീരും. അപ്പോൾ ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല. കയ്യോ കാലോ ഒഴിയുന്നതല്ല അനർത്ഥം എന്ന് പറയുന്നത്. അതിനേക്കാളും പ്രശ്നമല്ലേ സ്വഭാവം തിരിഞ്ഞു പോയാൽ? അതിനേക്കാളും പ്രശ്നമല്ലേ തെറ്റായ ഒരു വേണ്ടാത്ത ബന്ധത്തിനകത്ത് പോയി പിള്ളേർ വീണാൽ? ആണിനെ സ്നേഹിക്കുന്നൊരു കാലമായത്, പെണ്ണിനെ സ്നേഹിക്കുന്ന കാലമായത്. ആ കൊള്ളുവല്ലാത്ത വാക്ക് ഞാൻ എൻ്റെ നാവുകൊണ്ട് പറയുന്നില്ല. അത്രത്തോളം ഹീനമായിരിക്കുന്ന നെറുകേടുകൾ വ്യാപിക്കപ്പെടുന്നൊരു കാലത്ത്
ഇത്തരത്തിലുള്ള ഒരു അനർത്ഥവും അടുക്കാത്ത വിധം, അടുക്കില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം കൊണ്ട് തന്നെ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:13 ഇങ്ങനെയാണ് പറയുന്നത്: നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും, നിൻ്റെ സമാധാനം വലിയതായിരിക്കും. അപ്പോൾ സമാധാനം കെടുത്തുന്നതും തെറ്റായ ഉപദേശങ്ങൾ വന്ന് കയറുന്നതുമായിരിക്കുന്ന സോഴ്സുകളെ അടയ്ക്കാൻ നമുക്ക് ഈ വചനം സഹായകമായി തീരും. ഈ വചനം പറഞ്ഞ്, അവരുടെ പേര് പറഞ്ഞ്, അവരുടെ ശരീരത്തിൽ തൊട്ട് നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഈ ദൈവവചനം അവരുടെ ജീവിതത്തിൽ കയറ്റി വിട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വചനം മറക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകം 54:13. അടുത്തത് 127 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. നിൻ്റെ തലമുറയുടെ തലയിൽ കൈവച്ച്, നീ ദൈവം എനിക്ക് നൽകിയ എൻ്റെ അവകാശമാണ്, ഇതിനെ വേറെ ഒരുവനും ഒരുത്തിയും അവകാശമാക്കത്തില്ല, ഒരു ദുഷ്ടനും ഇതിന് മേൽ അവകാശമില്ല എന്ന് അധികാരമുള്ള ദൈവ പൈതൽ പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് പറയുമ്പോൾ ദുഷ്ടച്ചെങ്കോലുകൾ ഒടിയുന്നത് നിങ്ങൾക്ക് ചില ദിവസങ്ങൾക്കും മണിക്കൂറുകൾക്കകം കാണാൻ കഴിയും. നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില മേഖലകളിൽ ചില അഴിച്ചുപണികൾ നടക്കുന്നത് നിങ്ങളുടെ കണ്ണാലെ കാണാനും ചെവിയാലെ കേൾക്കാനും കർത്താവ് കൃപ ചെയ്യും. സദൃശവാക്യം 22:6 നമ്മളോട് പറയുന്നത്: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. ഫാസ്റ്റിങ് നിങ്ങളുടെ മക്കളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. താല്പര്യമുണ്ട് ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അവരുടെ അരികിൽ പോയിരുന്ന് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥനകളെ എതിർക്കാനുള്ള ടെൻഡൻസി കുറവാണ്. അപ്പോൾ നിറകണ്ണുകളോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പും സംരക്ഷണവും മുദ്രയും നമ്മുടെ മക്കളുടെ മേൽ നമ്മൾ കൽപ്പിച്ചാക്കി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനിയും കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പറയേണ്ട ചില വാക്കുകൾ. ഒന്നാമത്തെ വാക്ക്: നീ ഭീരുത്വത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനല്ല, നീ ധൈര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ പുത്രനാണ്, പുത്രിയാണ്. നിനക്ക് ധൈര്യമുണ്ടാകട്ടെ. അത് പറയണം, നല്ല ധൈര്യം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ധൈര്യം അത് നീതിപൂർവ്വം ജീവിക്കാനുള്ള ധൈര്യമാണ്. പാപത്തോട് നോ പറയാനും മ്ലേച്ഛതകളിൽ നിന്ന് അകലാനുമുള്ള ഒരു കെൽപ്പാണ്, ധൈര്യമാണ്. 10 കൂട്ടുകാരിരിക്കുന്നു, അവർ 10 പേര് പറയാം: വാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യ്, ഇതൊന്ന് എടുത്ത് നോക്ക്. ഒരു സ്റ്റഫ് അവരുടെ നേരെ നീട്ടുന്ന നേരത്ത് അതിനോട് നോ പറയാൻ പിള്ളേർക്ക് ചെറിയ കാലിബർ പോരാ, ശക്തമായ കരുത്തുണ്ടെങ്കിലേ പിള്ളേർക്ക് അതിനോട് നോ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനോട് നോ പറയാൻ പാകത്തിൽ ക്രൂശിക്കപ്പെടുന്ന നേരത്തും ലഹരി വേണ്ട എന്ന് വെച്ച കർത്താവായ യേശു നമ്മുടെ മാതൃകയാണ്. അപ്പോൾ ആ യേശുവിൽ വ്യാപരിച്ച അഭിഷേകം നമ്മുടെ പിള്ളേരുടെ മേൽ വ്യാപരിക്കണം. അപ്പോൾ അതിനവർക്ക് ധൈര്യം കൊടുക്കണമെങ്കിൽ അവരുടെ മേൽ കൈവച്ച് ഈ ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട് എന്നുള്ളത് നമ്മൾ പ്രഖ്യാപനം ചെയ്യേണ്ടതായിട്ടുണ്ട്. 2, നിൻ്റെ ജീവിതം കർത്താവായ യേശുവിൻ്റെ ഉദ്ദേശപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇരുണ്ട ശക്തികൾക്ക് വേണ്ടിയല്ല, നീ വെളിച്ചത്തിന് വേണ്ടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിൻ്റെ മനസ്സ് സമാധാനത്താൽ നിറയട്ടെ. പ്രകാശം, സമാധാനം, സ്നേഹം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 3 നേരം കൊടുക്കേണ്ട ആഹാരമാണ്. പ്രകാശം, സമാധാനം, സ്നേഹം. ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. നിന്നെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയണം. മുതിർന്ന കാലത്തും കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്നേഹത്തിൻ്റെ അഭാവം നിമിത്തം എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെയുള്ളതായ ചിന്തകൾ നിമിത്തം ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹങ്ങളുടെ പുറകെ പോകുന്ന പല കുഞ്ഞുങ്ങളെയും നമുക്ക് തിരികെ പിടിക്കാൻ കഴിയും. നിൻ്റെ ഭാവി തകർച്ചയുടെ ചരിത്രമല്ല, അനുഗ്രഹത്തിൻ്റെ പുതിയ ചരിത്രമായി മാറും. ഒരു പഠനത്തിനോ യാത്രയ്ക്കോ സംരംഭത്തിനോ ഇറങ്ങുന്ന ഒരു കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് ഒരപ്പനോ അമ്മയോ ഈ വാക്ക് പറഞ്ഞാൽ അത് കേട്ടിട്ട് പോകുന്ന തലമുറയുടെ വഴി അനുഗ്രഹീതമായി തീരും. യേശുവിൻ്റെ രക്തം നിന്നെ മൂടട്ടെ. ആ ഒരു വാക്ക് ഒരു കുഞ്ഞിൻ്റെ മേൽ കൈവച്ചൊരു അപ്പനോ അമ്മയോ പറഞ്ഞാൽ എന്താ പറയുന്നത്? യേശുവിൻ്റെ രക്തത്താൽ നീ കവർ ചെയ്യപ്പെടട്ടെ, മൂടപ്പെടട്ടെ. ദൈവികമായ ജ്ഞാനവും വിവേകവും നിൻ്റെ മേൽ വരട്ടെ. ഇരുണ്ട സ്വാധീനങ്ങൾ നിന്നിൽ നിന്നും പൊട്ടിമാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, എഡ്യൂക്കേഷൻ മാത്രം പോരാ, ഈ കാലഘട്ടത്തെ ഒരു സ്പിരിച്വൽ കവറിങ്ങാണ് നമ്മുടെ മക്കൾക്ക് അനിവാര്യമായിരിക്കുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ മാത്രം പോരാ, അവരെ
ക്രിസ്തുവിലുള്ള പ്രസൻസിൽ നമുക്ക് നയിക്കാൻ കഴിയണം. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ തീവ്രത നമ്മുടെ ഭവനങ്ങളിൽ സൃഷ്ടിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ജസ്റ്റ് ഒരു മുഖവര മാത്രമാണ്. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ കാണാൻ കഴിയും. പ്രധാനമായും ഈ വചനങ്ങളൊക്കെ ചൊല്ലി ഒരല്പം ഈ എണ്ണയെടുത്ത കുഞ്ഞുങ്ങളുടെ തലയിൽ പുരട്ടിയിട്ട് ഒന്ന് കുളിപ്പിക്കാനൊക്കെ വിട്ടാൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് വലിയ തോതിൽ കാണാൻ കഴിയും. ഒരുപാട് പിള്ളേരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് ഞാൻ കാണുന്നൊരു ദൈവദാസനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി തീരട്ടെ. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കണം. മദ്യവും ലഹരിയുമൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം വിശുദ്ധമാക്കപ്പെടുകയും ഇത്തരം അഡിക്ഷൻ്റെ പവറുകളിൽ നിന്ന് പുറത്തു വരികയും ചെയ്യേണ്ടതിന് പ്രാർത്ഥനയോടും സ്തുതിയോടും ദൈവവചനം വായിച്ചുമൊക്കെ സജ്ജമാക്കിയിരിക്കുന്ന ജലം അവരെ കുടിപ്പിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹായകമായി തീരട്ടെ. അവരുപയോഗിക്കുന്ന വസ്തുക്കൾ, അവരുടെ ഫോണ്, അവരുടെ വാഹനങ്ങൾ, അവർ കിടക്കുന്ന മുറി, അവർ പോകുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ കവറിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ, അവരുടെ ജീവിതത്തിന്മേൽ ശ്രദ്ധയുള്ള മാതാപിതാക്കളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. ഇവരുടെ ജീവിത പരിസരങ്ങളിൽ വാഴുന്ന എല്ലാത്തരം കുറവുകളെയും പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് യേശുവിൽ പുതിയൊരു ജയം ഇവർക്ക് വാഴുവാൻ ദൈവം കരുണയാക്കണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മാതാപിതാക്കളെ എല്ലാവരെയും പുതിയൊരു ആത്മിക യുദ്ധത്തിലേക്ക് പ്രാർത്ഥനയോടെ ഇറക്കുന്നു. ഇവർ ഏറ്റെടുക്കുന്ന ആത്മനിയോഗം ഇവരുടെ തലമുറകളുടെ മേൽ മഹാവിജയമായി വെളിപ്പെടുന്ന കാഴ്ച കാണുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.